അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ചക്ക പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചക്കയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സീസൺ അനുസരിച്ച് കിട്ടുന്ന സമയത്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ നോക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ചക്ക പായസം. അപ്പോൾ നമ്മൾ ഇന്ന് ചക്ക പായസം ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല ചക്ക ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനായിട്ട് നമ്മളൊരു ചെറിയ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കാഷ്യൂനട്ടും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തുമാണ്. അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റായി വരുന്നത് നമുക്ക് ഇതിനകത്ത് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മൾ ഇതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചക്ക ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ചക്ക നല്ലോണം ഈ നെയ്ക്കകത്ത് തന്നെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചക്ക എടുക്കുമ്പോൾ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി മധുരമുള്ള ചക്ക എടുത്താൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. പച്ചച്ചക്കയെക്കാട്ടി കൂടുതൽ ഇച്ചിരി മധുരമുള്ള ചക്കയാണ് നല്ലത്. പിന്നെ കൂട്ടുകാരെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സമയം കൊണ്ട് നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോലെ കൂട്ടുകാരെ. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചക്ക ഒന്ന് റോസ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. വെച്ച് തോനെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചക്ക ഇതിനകത്ത് ഇരുന്നൊന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വെന്ത് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 ലിറ്റർ ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇനി നമുക്ക് ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് പാലിനകത്ത് കുറച്ച് കോൺഫ്ലവർ കലക്കി എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഓരോരുത്തർ പായസം ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്, അവരോരോ സ്റ്റൈലിൽ. ഇപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള സ്റ്റൈലിലാണ് കൂട്ടുകാരെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, നല്ല അടിപൊളിയായിരിക്കും. ഇപ്പം നമുക്ക് നല്ല ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പൊടിച്ചതല്ല, ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പൊടിച്ചാലും മതി, ഇട്ടാലും കുഴപ്പമില്ല. അതിൻ്റെ കുരു ഉൾപ്പെടെ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയും കുറച്ചും കൂടെ നമുക്ക് ഇതൊന്ന് കുറുകി കിട്ടാറുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് തേങ്ങാപ്പാലല്ല കേട്ടോ, ഇത് നല്ല തനി പശുമ്പാലാണ്. പശുമ്പാലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കെല്ലാം ഒന്ന് ഇളക്കാം. അപ്പൊ നമ്മള് പായസം ഏകദേശമൊക്കെ ഒന്ന് കുറുകി നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും പിന്നെ ഇതും നമ്മുടെ തേങ്ങയും മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിനകത്ത് കുറച്ച് നെയ്യും കൂടെ മേളിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ച് കൊടുത്തിട്ട് ഇളക്കണ്ട, നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പൊ നമുക്ക് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒന്ന് ഇളക്കി കൊടുക്കാൻ പോകുന്നത്. വേണ്ട, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, ഓരോരുത്തർ ഓരോ രീതിയിലാണ് പായസം വെക്കുന്നത്. ഇപ്പൊ എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് എൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് പറയണേ.